30 മിസൈൽ അങ്ങോട്ട് അയക്കുന്നു, അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 50 എണ്ണം അയക്കുന്നു എന്ന് വെക്ക്. നമ്മൾ 48 എണ്ണം തടഞ്ഞാലും 2 എണ്ണം എവിടെയെങ്കിലുമൊക്കെ വന്ന് വീണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ജയിച്ചാലും രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ജയിക്കുന്ന രാജ്യത്തിന് നാശനഷ്ടങ്ങൾ കുറവായിരിക്കുമെന്ന് മാത്രം. അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. അതിന് എത്ര വലിയ സൂപ്പർ പവർ യുദ്ധത്തിന് പോയാലും അക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഭീകരാക്രമണത്തിന്റെ പുറകിൽ പാകിസ്ഥാനോടൊപ്പം ഒരു ചൈനീസ് ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കശ്മീരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വീണ്ടും ചർച്ചയാവുക, ഈ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കുക, ഒപ്പം ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ പിന്തിരിപ്പിക്കുക. ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികൾ ഇതെപ്പോഴും ചൈന ചെയ്യുന്നതാണ്. കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ സംഘർഷം. അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കുക, ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപകരെ തടയുക. ഈ ഒരു തന്ത്രം ചൈന കുറെ കാലമായിട്ട്